ഹലോ നമസ്കാരം, എല്ലാവർക്കും സുധീസ് കുക്ക് ഹൗസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മട്ടൺ ലിവർ പെപ്പർ ഫ്രൈയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക, വീട്ടിൽ തയ്യാറാക്കി നോക്കുക. പെപ്പർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ആടിൻ്റെ കരൾ മഞ്ഞപ്പൊടിയിലും ഉപ്പിലും കഴുകി കഷ്ണങ്ങളായി അരിഞ്ഞ് വൃത്തിയാക്കി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ മാറിനേറ്റ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് 1 മുതൽ 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇനി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സായി എല്ലാ കഷ്ണത്തിലും നമ്മുടെ ഈ അരപ്പെല്ലാം പിടിക്കണം. അപ്പോൾ ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയത് ചേർത്ത് കൊടുത്തില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്തു. ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു വിസിൽ വരുന്നിടം വരെയാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണം അടിക്ക് പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. വെള്ളം ഒഴിച്ച് വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ മട്ടൻ്റെ ലിവർ വേകുന്ന സമയം കൊണ്ട് ഒരു 10 ചെറിയ ഉള്ളിയും 7-8 വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു വിസിലൊക്കെ വന്നു, നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. അപ്പം കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ വെള്ളം ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാനായിട്ട് നമ്മളൊന്ന് ഇത് ഇളക്കി കൊടുത്തേച്ചാലും മതി. അപ്പോൾ ഇവിടെ കഷ്ണത്തിലെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പം കഷ്ണങ്ങൾ മാത്രമായി അരപ്പും മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാം. അതിലേക്ക് ഏകദേശം 2 മുതൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒരുപാട് അങ്ങോട്ട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒന്ന് അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മതി. അപ്പോൾ ഇന്ന് കളറ് മാറി പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്ക് പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണയൊക്കെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇളക്കിയപ്പോൾ ഇച്ചിരി എണ്ണയുടെ കുറവ് തോന്നി, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണോളം എണ്ണ പിന്നെയും ഒഴിച്ചു കൊടുത്തത്. ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മുതൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞിട്ടൊന്നും ഉള്ളതല്ല, നമ്മുടെ ഈ ചീനച്ചട്ടി ഇരുമ്പായതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി ഈ സമയത്ത് നമ്മളൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു പിടി നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എപ്പോഴും ലിവറിന് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കണം എടുത്ത് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മട്ടൺ ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.